നമ്മൾ മൊയ്തു പാലത്തിൻ്റെ അടുത്തെത്തി. മൊയ്തു പാലം തലശ്ശേരി, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പാലമാണ് മൊയ്തു പാലം. ഈ പാലം വളരെ ഉപ്പ് സത്യാഗ്രഹ കാലഘട്ടത്തിൽ 1930 പണിത പാലമാണ്. ഒരുപാട് ഈ പാലത്തിനെ കുറിച്ച് ചരിത്രപരമായിട്ട് ഇതാണ് ഇതിൻ്റെ മൊയ്തു പാലത്തിൻ്റെ ഇത്. ഞാൻ ജനിച്ചു വളർന്നത് ഈ പാലത്തിൻ്റെ അടുത്താണ്. ഈ അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ, അഞ്ചരക്കണ്ടി പുഴയുടെ നെറുകയിലാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അഞ്ചരക്കണ്ടി പുഴ. ഈ അഞ്ചരക്കണ്ടി പുഴയുടെ തീരം കണ്ടോ, അതിമനോഹരമായ അഞ്ചരക്കണ്ടി പുഴയുടെ തീരമായിരുന്നു ഇത്. മനോഹരമായ തീരം, ഒരുപാട് സസ്യങ്ങൾ. കറുപ്പത്തോട്ടം എന്ന് പറയുന്നത് ഈ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇപ്പം ഇത് മൊയ്തുപാലം കാട് പിടിച്ചെടുക്കുക. ഞാൻ എവിടെയാണ് ജനിച്ചു വളർന്നത്, എൻ്റെ വീടെല്ലാം പോയി. അപ്പോൾ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടാന്നത്. ഇതെല്ലാം അവർ ഖബറിടം മാന്തി എടുത്തു, അതെല്ലാം നശിപ്പിച്ചു. പിന്നെ ഇതാണ് ഈ മൊയ്തു പാലത്തിൻ്റെ അടുത്തുള്ള മൊയ്തു പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ധർമ്മടം കടൽ, അറബിക്കടൽ, അഴിമുഖം, പൊഴി. ഈ അഴിമുഖത്ത് പൊഴി രൂപീകരിച്ചുണ്ടാകുന്ന കക്കകൾ വാരി ഉപജീവനം നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഈ പൊഴി മഴക്കാലമായി കഴിഞ്ഞാൽ പൊഴി നശിച്ചു പോകും, പിന്നെയും വീണ്ടും പൊഴി രൂപപ്പെടും. അപ്പം പൊഴി രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിന് മാറ്റം ഉണ്ടാവും. അപ്പം ഒരുപാട് അതിശക്തമായ കരയിലേക്ക് വെള്ളം അടിച്ചു കയറും അതുകൊണ്ട് തന്നെ കരയിൽ നമുക്ക് കാണാം അതിൻ്റെ പാടുകളൊക്കെ. പൊഴി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ റിസോർട്ട് കാണാം. അത് അറബിക്കടലിൻ്റെ റിസോർട്ട് ഇവിടെ നിന്ന് കാണാം. അഴിമുഖവും പൊഴിയും, പൊഴി രൂപീകരിക്കുന്ന സ്ഥലവും അഴിമുഖവും റിസോർട്ടും ചേർന്ന അതിമനോഹരമായ അഞ്ചരക്കണ്ടിപ്പുഴ അറബിക്കടലിനോട് ചേരുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെ ഒരു കുറച്ച് ഉയർന്ന് കിടക്കുന്ന സ്ഥലം, അതാണ് അട്ടാരക്കുന്ന്. ഈ അട്ടാരക്കുന്ന് എന്ന് പറഞ്ഞാൽ 8 കുന്നാണ്. 8 കുന്നിലൊരു ഭാഗമാണ് അട്ടാരക്കുന്ന്. അതൊക്കെ കടൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ. അതിൻ്റെ മുകളിൽ പഴയ ബുദ്ധ വിഹാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധവിഹാര മത കേന്ദ്രങ്ങൾ, പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നശിച്ചു പോയതായിട്ടാണ് ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഈ പാലം. ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ മതപരിവർത്തനം ചെയ്യപ്പെടുകയും ദളിതരും ബുദ്ധ സന്യാസികളും നാടുകടത്തപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൊയ്തു പാലം വളരെ ചരിത്രപരമായ ഇതാണ്. അത് വളരെ ഇതിൻ്റെ അവശിഷ്ടം, വയസ്സായി ചത്തുപോകാനായി ഉള്ള അവശിഷ്ടമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കി ഈ പാലത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ചേരമാൻ്റെ കാലത്തുണ്ടാക്കിയ എന്തെങ്കിലും വസ്തുക്കൾ ഇവിടെ ഉണ്ടാവുക. പക്ഷേ എൻ്റെ മുത്തശ്ശൻ്റെ ശേഖരണത്തിൽ അതുണ്ടായിരുന്നു. ചില ക്ഷേത്ര അവശിഷ്ടങ്ങളൊക്കെ എൻ്റെ മുത്തശ്ശനുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശൻ്റെ എല്ലാം പോയി ഇതായിരുന്നു. അപ്പോൾ നോനിപ്പഴം, എനിക്ക് ഇത് ഞാൻ കളിച്ചു വളരുമ്പോൾ വിഷക്കായാണ് അത് പറയുന്നത്. പക്ഷേ ഇതെന്തോ ഔഷധമൂല്യമുള്ള സസ്യമാണെന്ന് പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ ധാരാളം ബദം. ഇവിടെ കറുപ്പത്തോട്ടത്തിൻ്റെ കളവറയായിരുന്നു പണ്ട്. ബദമുണ്ട്, ബദം, നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്ന ബദം. വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മരം, മഹാഗണി, ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത്. എന്നാൽ ശരി, നമുക്ക് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ആരും ലൈക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു വിഷമം. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം. മൊയ്തു പാലം ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു.
പുതിയ പാലെല്ലാം തട്ടിപ്പാട്ടാ. അവരുണ്ട് പുതിയ പാലം ഉണ്ടാക്കി നോക്കിയാൽ, പക്ഷേ എങ്കിൽ അത് പുതിയ പാലം വരേണ്ട സ്ഥലം ഇപ്പുറത്തെ ഭാഗത്തൂടെയാണ്. അതൊന്നും അവരെന്തൊക്കെയോ കുഴപ്പം, അതൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. അവരെല്ലാം ചെയ്ത് കഴിഞ്ഞു പോയി. ഓക്കെ.